ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു ക്രൂയിസ് ഡിന്നറിന് പോവാണ്. ആക്ച്വലി നമ്മുടെ എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആണ്. ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഫോട്ടോ കേട്ടോ. 2 വർഷം മുന്നേ 2023 ജൂൺ 11 നമ്മുടെ എൻഗേജ്മെന്റ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 2 വർഷമായി. നമ്മളൊരു ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനൊന്നും വലിയ പ്ലാൻ ഉണ്ടായിരുന്നില്ല. എവിടെയും പോയി ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ തവണ നമുക്കിങ്ങനെ ഒരു ക്രൂയിസ് ഡിന്നർ ഓൾറെഡി മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതാക്കാന്ന് കരുതി. ബെർലിനിലൂടെ ഒരു റിവർ പോകുന്നുണ്ട്, അതിന് ചുറ്റുമാണ് നമ്മുടെ ഈ ക്രൂസ് പോണേ. അപ്പൊ ഡിന്നർ കഴിക്കുമ്പോൾ നല്ല വ്യൂ ഒക്കെ കണ്ട് ഒരു 1 ടൈം എക്സ്പീരിയൻസ് ആവും എന്നാണ് വിചാരിക്കുന്നത്. അതിനൊരു 78 euro ആവും പെർ പേഴ്സണിന്. ബിറ്റ് എക്സ്പെൻസീവ്, പക്ഷെ കുഴപ്പമില്ല. ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നതും നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ പോകാൻ കരുതി. എനിക്ക് ഒട്ടും സമയമില്ല. ഞാൻ ജോലി കഴിഞ്ഞാൽ 5 മണിയാവും വേഗം സൈൻ ഓഫ് ചെയ്ത് ഇറങ്ങിയതാണ്. പെട്ടെന്ന് മാറ്റി ഇനി വേഗം ഇറങ്ങാം. നമുക്ക് രണ്ടുപേർക്കും വർക്ക് ഫ്രം ഹോം ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റി പെട്ടെന്ന് ഇറങ്ങണം. ഇനി ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാം കാണിക്കാട്ടോ. ബൈ. നമ്മളിപ്പോൾ ഷാർലറ്റൻബർഗിലേക്കാണ് പോണേ. അവിടെ നിന്നാണ് ക്രൂസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. നല്ല ഭംഗിയുള്ള മ്യൂസിയം വ്യൂ ഒക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കണത്. പോയി നോക്കിയിട്ട് കാട്ടിത്തരാം. 5:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. കാരണം കൃത്യം 6:30 ഒക്കെ ആകുമ്പം അവർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സിവിറ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ്. അത് ത്രൂ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 78 euro തന്നെയാണ് ആവുന്നത്. ഈ ഡിന്നറിനകത്തുള്ളത് ഒരു സ്റ്റാർട്ടർ, പിന്നെ ഒരു മെയിൻ കോഴ്സും പിന്നെ ഒരു ഡെസേർട്ടും ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഷാരറ്റൻബർഗിലേക്കാണ്. ഷാരറ്റൻബർഗ് ബെർലിനിലെ ഒരു സ്ഥലമാണ്. അതായത് ഷാരറ്റൻബർഗിലെ ഒരു ബ്രിഡ്ജ് ഇരിക്കുന്ന പ്ലേസിലേക്കാണ് നമ്മൾ പോകണം. കാപ്രിവി ബ്രൂക്കെ എന്ന് വെച്ചാൽ ബ്രിഡ്ജ് എന്നാണ് ജർമ്മനിൽ അർത്ഥം. അവിടെയാണ് നമ്മളെ ക്രൂയിസ് ഇരിക്കുന്നത്. നമ്മൾ അവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ ഒരു 6:15 ആകുമ്പോൾ എത്തി. പിന്നെ അവിടുന്ന് ഫ്ലവറൊക്കെ വാങ്ങി, ആനിവേഴ്സറിക്കാലം ഫ്ലവറൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ലൊരു ഗാർഡൻ, ഒരു റോസിൻ്റെ ഒക്കെ ഗാർഡൻ്റെ അകത്തൂടെയാണ് ബ്രിഡ്ജ് വരുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിനകത്ത് എത്തി. ബോട്ടിൽ ഒരുവിധം എല്ലാ സീറ്റും ഒക്യുപ്പൈഡ് ആയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ. അതായത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളാണ് ഇത്തിരി ലേറ്റ് ആയിട്ട് എത്തിയത്. നമുക്ക് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പോകേണ്ടത്, 2 സൈഡും ബ്രിഡ്ജാണ്. അപ്പം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ തുടക്കത്തിലുണ്ടായി. നമ്മളവരെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് കയറിയ ഉടനെ നമ്മൾ ഫോണിൽ വൗച്ചർ അവിടെ കാണിച്ചു കൊടുത്താൽ അവർ നമ്മൾക്ക് ടേബിളൊക്കെ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. നല്ല ഒരു ഹോസ്പിറ്റാലിറ്റിയും സർവീസൊക്കെ തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ടാണ് അവരെല്ലാവരും ഗ്രീറ്റ് ആൻഡ് ട്രീറ്റ് ചെയ്യണത്. ബെർലിനിൽ ഭയങ്കര ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഷാരറ്റൻബർഗ്. അവിടെ ഒരു പാലസ് ഒക്കെ ഉണ്ട്, പഴയൊരു കൊട്ടാരമൊക്കെ ഉണ്ട്. ഈ ജർമ്മൻസിന്റെ പഴയ ട്രഡീഷണൽ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ബ്രിഡ്ജും വളരെ ഓൾഡ് ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സൗണ്ടാണ് അത്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ബോത്ത് ജർമ്മനിലും ഇംഗ്ലീഷിലും അവർ പറയുന്നുണ്ട്. ജർമ്മൻസ് തന്നെയാണ് കൂടുതലുള്ളത്. അതായത് ജർമ്മനിയിൽ തന്നെ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ബെർലിൻ കാണാൻ വന്നവരാണ് കൂടുതലും ആ ബോട്ടിൽ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നിയത്. വേറെ ഫോറിനേഴ്സിനെ കണ്ടതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവർ ഈ ജർമ്മനിലും ഇംഗ്ലീഷിലും സൗണ്ട് ബോർഡ് ചെയ്യുന്നുണ്ട്. ഈ പഴയ ബെർലിനിൽ തുടങ്ങി, അതായത് പഴയ ബിൽഡിങ്സ് ഒക്കെ കണ്ട് നമ്മൾ പുതിയ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ആ പഴയതിൻ്റെയും പുതിയതിൻ്റെയും വിഷ്വൽസ് നമുക്ക് ഈ ബോട്ട് ട്രിപ്പ് ത്രൂ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതാണ് അവർ പ്രധാനമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. 2.5 മണിക്കൂറാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 6:30 ഒരു 6:35 ഒക്കെ ആയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് ഈ സൺസെറ്റ് ടൈമിൽ തന്നെ കാണാനായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഏത് ടൈമിൽ വന്ന് കണ്ടു കഴിഞ്ഞാലും അത്രയൊരു അടിപൊളിയായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഇപ്പം നമ്മളെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബെർലിൻ കാത്തഡ്രലിൻ്റെ ആ സൈഡിലേക്കാണ് കേട്ടോ. നേർട്ടൽ റിവർ സൈഡിലാണ് ഈ ചർച്ച് ഉള്ളത്. ഇതാണ് മെയിൻ അട്രാക്ഷൻ ഓഫ് ദ സിറ്റി. ബെർലിനിൽ വരുമ്പം എല്ലാവരും വിസിറ്റ് ചെയ്യണ, എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ബെർലിൻ കാത്തഡ്രലും മ്യൂസിയം ഐലൻഡൊക്കെ. അതൊരു ഐലൻഡാണ്. ചുറ്റും റിവറായിട്ട് അതിനകത്താണ് ഈ കാത്തഡ്രലുള്ളത്, ഈ ചർച്ചുള്ളത്. അങ്ങനെ ബോട്ട് എടുത്ത് കുറച്ച് പോയപ്പോൾ തന്നെ നമ്മളെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് വൈൻ തന്നിട്ടുണ്ടായിട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പറയാൻ മറന്നുപോയി. നല്ലൊരു വൈനായിരുന്നു. സ്റ്റാർട്ടർ ഒരു ജർമ്മൻ സ്റ്റൈൽ പൊട്ടറ്റോ സാലഡാണ്. ഒരു പൊട്ടറ്റോയിൽ ക്രീമി സോസൊക്കെ വന്നിട്ട് ഒരു മസ്റ്റർഡ് സോസ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൽ സൺഫ്ലവർ സീഡ്സും ഫ്ലാക്സ് സീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് മേലെ ഒരു ഓറഞ്ച് ഒരു സോസിൻ്റെ ഒരു ടേസ്റ്റോടെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റാർട്ടറാണ്, ഒരു കുഞ്ഞി സ്റ്റാർട്ടർ. വൈൻ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു തവണ കൂടി നമുക്ക് അവർ റീഫിൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും വൈൻ വേണോ ബിയർ വേണോ എന്ന് ചോദിക്കും. ഓപ്ഷണലാണ്. അതിന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഞാൻ വൈൻ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൽട്ടൺ ബിയറാണോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെർലിൻ കാത്തഡ്രലിൻ്റെ സൈഡിലെത്തി. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ബോട്ട് പിന്നെ തിരിക്കുകയാണ് ചെയ്തത്. അപ്പുറത്തെ സൈഡിലൂടെ, ഞാൻ പറഞ്ഞല്ലോ അതൊരു ഐലൻഡ് പോലെയാണെന്ന്. അതുകൊണ്ട് അപ്പുറത്തെ സൈഡിലൂടെയാണ് പിന്നെ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. സ്പ്രീ റിവറിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റിവറിൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും കുറേ മ്യൂസിയം ബിൽഡിങ്സ് ഉണ്ട്, പഴയ ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. യുനെസ്കോ ഇതിന് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തേക്കുന്ന ഒരു റിവർ സൈഡിലൂടെയാണ് ഇത്. കുറച്ച് കാലമായിട്ട് ജർമ്മനിയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഈ ബോട്ട് ട്രിപ്പിന് വന്ന സമയത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു, പിന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ വോയിസിൽ ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയാണ് എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായത്.
ഈ കാണുന്നതാണ് TV ടവർ കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഡിന്നർ വന്നത്, അതായത് മെയിൻ കോഴ്സ് ഓഫ് ദ ഡിന്നർ വന്നത്. ഇത് ഒരു ചിക്കൻ വിത്ത് മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ അതിൽ ക്യാരറ്റും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്രീമി ഒരു കറി ലൈക്ക് ടെക്സ്ചറുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇതെനിക്ക് പ്യുവർ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കാരണം ഞാൻ മെയിൻ കോഴ്സ് ഡിന്നറിൽ മെയിൻ കോഴ്സ് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത്ര അടിപൊളി ആയിരുന്നില്ല. ജസ്റ്റ് ഒരു ചിക്കൻ, അധികം മാഗ്നേഷൻ ഒന്നും ഇല്ലാത്ത, നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത, ഒരു മലയാളി ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യാത്ത, എന്നാൽ എന്താ പറയുക, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയാൻ ഒന്നും ഇല്ലാത്ത ഒരു ചിക്കൻ. The reconstruction of the gigantic structure underneath the Friedrichs Bridge, and you can spot the Berliner Dom on the right, the Berlin Cathedral, the Friedrichs Church, just as you know it happened in the Bundesland. Between 1894 and 1905, during the reign. ഹെയ്നസ് ഈസ്റ്റ്ലർ മ്യൂസിക് യൂണിവേഴ്സിറ്റിയുടെ സൈഡിലൂടെ കേട്ടോ നമ്മളിപ്പോൾ പോകണേ. അവിടെ ഒത്തിരി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒത്തിരി ആൾക്കാർ അവിടെ മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, പിന്നെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം കൊണ്ടാണ്. Die Schlacht von Berlin 1945, bei der Reichstagvereinigung Wien. Erst nach der Wiedervereinigung der Reichstag ihr schönen Tag. Seit der Gründung ഇത് കഴിഞ്ഞ് നമ്മളെ ഡെസേർട്ട് വന്നു. ഡെസേർട്ട് ഒരു നല്ല ഒരു ബെറീസ് ഒക്കെ ഉള്ള, ഉള്ളിലൊരു സ്പഞ്ചൊക്കെ വന്നിട്ടുള്ള ഒരു നല്ലൊരു പുഡിംഗ് ടൈപ്പ് ആയിരുന്നു. ഇത് പെട്ടെന്ന് കഴിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പുളിപ്പ് മാത്രമാണ് കിട്ടിയത്. മേലത്തെ ഭാഗം മാത്രം കഴിക്കുമ്പോൾ ഒരു പുളിപ്പാണ് കിട്ടണേ ബെറീസിൻ്റെ. പക്ഷേ നല്ലതായിരുന്നു. മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള നല്ല ഒരു ഡെസേർട്ടാണ്. പക്ഷേ 78 യൂറോയ്ക്ക് ഇതെല്ലാം വേർത്താണെന്ന് അറിയില്ല. ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ്. ഫസ്റ്റ് വന്ന ആ ഒരു സ്റ്റാർട്ടർ പ്ലസ് ഈ ഒരു മെയിൻ കോഴ്സ്, പിന്നെ ഈ ഒരു ഡെസേർട്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ നമ്മുടെ ബോട്ടിങ് അവസാനിക്കാൻ പോവാണ്. ക്രൂസ് ഡിന്നറെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ പോവാണ്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാർ, പിള്ളേരൊക്കെ ഇങ്ങനെ, പിള്ളേരല്ല യങ്സ്റ്റേഴ്സ് തന്നെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കപ്പിൾസൊക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ. ഇപ്പോൾ സമയം ഏതാണ്ട് 8:30 അടുത്തായിട്ടുണ്ട് കേട്ടോ. 8:30, 9 ഒക്കെ ആവാറായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുട്ടാവാത്ത കാരണമാണ് ഇങ്ങനെ വെളിച്ചം വീഡിയോസിലുള്ളത്. ഒരു 10 മണിയാവും ഇപ്പോൾ ഇരുട്ടാവണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ക്രൂസ് ഡിന്നറൊക്കെ കഴിഞ്ഞിറങ്ങി. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു ലാൽട്ടാ? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഫുഡ് ഇഷ്ടപ്പെട്ടോ? ഫുഡ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഡ്രിങ്ക്സ് എല്ലാം നല്ലായിരുന്നു. ഡ്രിങ്ക്സ് അല്ലായിരുന്നു വാങ്ങി നല്ലായിരുന്നു അല്ലേ? റൊസെക്കോ ഒരു കൈൻഡ് ഫൈൻ അല്ലേ? റൊസെക്കോയും ഒരു കൈൻഡ് ഫൈനാണ്, ഇറ്റാലിയൻ ഫൈൻ. പിന്നെ വെതർ നല്ല ആയതുകൊണ്ട് അതെ, മഴയൊന്നും പെയ്തില്ല. ഇന്നലെ ഈ സമയമൊക്കെ മഴ പെയ്തല്ലേ? നല്ല മഴയായിരുന്നു. ഇന്ന് മഴയൊന്നുമില്ല. ശരി. അപ്പോൾ ഇഷ്യൂല്ലായിരുന്നു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു 70% ഒക്കുപൈഡ് ആയിരുന്നുള്ളൂ, 100% ഒക്കുപൈഡ് അല്ലായിരുന്നു. അതിനനുസരിച്ചിട്ട് ഫ്രീഡം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ എന്താ തോന്നുന്നത്, 78 യൂറോ വർത്താന്ന് തോന്നുന്നുണ്ടോ? 78 യൂറോയ്ക്ക് വർത്താണെന്ന് പറയാം. കാരണം ഡ്രിങ്ക്സ്, മൾട്ടിപ്പിൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം ഡ്രിങ്ക്സ് സെർവ് ചെയ്തു. പിന്നെ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. വന്ന പാടെ നമുക്കൊരു സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു, മെയിൻ ഡിഷ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡിസേർട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കമ്പാരിറ്റീവ്ലി വർത്താണല്ലേ? അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഒരു 40-45 യൂറോ ആവും ഈ ഫുഡിന്. പ്ലസ് നമുക്ക് വ്യൂ ഒക്കെ കണ്ടു. എക്സ്പ്ലനേഷനും എല്ലാം ഉണ്ടായിരുന്നു. നല്ല സർവീസ് വരുന്നല്ലേ? നല്ല സർവീസ് വരുന്നു. അടിപൊളി. പുറത്താണല്ലേ? അപ്പം ഞങ്ങൾ ക്രൂസ് ഡിന്നറൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ കുട്ടി വീഡിയോ. ഞാനിവിടെ എന്തായാലും ഈ മൊത്തം ക്രൂയിസ് ഇങ്ങനെ പോണത് ബെർലിൻ്റെ മെയിൻ സിറ്റീസിലാണ്, മെയിൻ പാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യൂ ഒക്കെ എന്തായാലും കാണിക്കാൻ നല്ലതായിരിക്കും കരുതി. പ്ലസ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആയിരുന്നു. എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ട്ടാ? അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 2 വർഷം തികയാണ് സുഹൃത്തുക്കളെ. അതെ അതെ, പരിചയപ്പെട്ടിട്ട് 2 വർഷത്തോളമായി. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 2 വർഷം. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളെ കമൻസൊക്കെ എൻ്റെ അടുത്ത് പറയണം. ഇതിനുശേഷം ഞങ്ങളൊരു മ്യൂസിയത്തിൽ പോയി കേട്ടോ. ഞങ്ങൾ പോണ വഴിക്കായിരുന്നു മ്യൂസിയം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ടായിരുന്നു. സയൻറ്റോളജി എന്ന് പറഞ്ഞാണ് ആ മ്യൂസിയം. അതായത് ഒരു ജാതി, സയൻസ് ഒരു ജാതിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ഒരു റിലീജിയനാണത്. സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കുള്ളൊരു ചർച്ചോ അതെന്താ സംഭവം എന്നുള്ളൊരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയത്. ഇതാണ് സയൻറ്റോളജി കേട്ടോ. ഞങ്ങൾ പോണ വഴിയിലുണ്ടായിരുന്ന, അതായത് ഇവിടെ സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനത്തെ ആൾക്കാർക്കുള്ള ചേർച്ചാണിത്. നമുക്ക് ഈ ബുക്ക്ലെറ്റ് എടുത്തിട്ട് നോക്കി നോക്കാം. എനിക്കിതിനെ പറ്റി വല്ലാണ്ടൊന്നും അറിയില്ല. അപ്പോൾ ഒരു ഏത് ദൈവത്തിനായിരിക്കും പ്രാർത്ഥിക്കുക?
ഇതിനകത്ത് കുറേ സ്ക്രീൻ ഉണ്ട് കേട്ടോ. അതിലിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ റിലീജിയനിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ഹ്യൂമൻ ബോഡി അല്ല, അതിനകത്തൊരു സോൾ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐഡിയോളജി. എനിക്ക് അങ്ങനെ ഒന്നും കാര്യമായിട്ട് മനസ്സിലായൊന്നുമില്ല. പിന്നെ അതുപോലെ ഒരു ബൈബിൾ പോലെ ഇവരുടേതായ ഒരു ബുക്ക് പല ലാംഗ്വേജസിൽ അവിടെ ഉണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര കൗതുകപരമായിട്ടുള്ള ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി ഞാനത് കണ്ടപ്പം. ഇംഗ്ലീഷ് ഞാൻ വെറുതെ ഒന്ന് മറിച്ച് നോക്കി. അതായത് നമ്മൾ കുറേ യോഗ, കുറേ കൗൺസിലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ റിലീജിയൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ കറങ്ങി തിരിച്ച് വീട്ടിലെത്തിട്ടോ. അതിനുശേഷം ഞങ്ങൾ വാങ്ങിച്ച ഫ്ലവർ, ആൾറെഡി എനിക്ക് വാങ്ങിച്ചു തന്ന ഫ്ലവർ ഞാൻ റോസ് പൂവിൻ്റെ അറ്റം മുറിച്ച്, സ്റ്റെമ്മിൻ്റെ അറ്റം മുറിച്ച് ഞാൻ ഏതോ റീലിൽ കണ്ടു. വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ തറ്റം കട്ട് ചെയ്യുന്നതെങ്കിൽ, സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് കുറേ കൂടെ കാലം ലാസ്റ്റ് ചെയ്യുമെന്ന്. അത് കാരണം ഞാനത് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട്, ഓൾറെഡി അതിന് ഇത്തിരി വാട്ടുണ്ടായിരുന്നു, കുറേ നേരം നമ്മൾ പുറത്തൊക്കെ ഇരുന്നല്ലോ. അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ, ഇപ്പോൾ ഇത് തൽക്കാലം വെക്കാൻ പറ്റിയൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം നമ്മുടെ ഡൈനിങ് ടേബിളാണ്, അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.